നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ദുരന്തം വഴിമാറുന്ന കാഴ്ച നമ്മളിന്ന് കണ്ടു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചു. ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. യാത്രക്കാരെ റോഡ് മാർഗം കരിപ്പൂരിലെത്തിക്കുകയായിരുന്നു. ജിദ്ദയിൽ നിന്നും രാത്രി 1 മണിക്ക് കരിപ്പൂരേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 398 എന്ന വിമാനമാണ് തകരാറിലായത്. സാങ്കേതിക തകരാറാണ് നെടുമ്പാശ്ശേരിയിലേക്ക് അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിന് കാരണമായത് എന്നാണ് അധികൃതർ പറയുന്നത്. വിമാനത്തിന്റെ 2 ടയറുകളും പൊട്ടിത്തെറിച്ചു. ലാൻഡിംഗ് ഗിയറിനും തകരാറുണ്ടായി എന്നാണ് പറയുന്നത്. 160 യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിലുണ്ടായിരുന്നത്. ഈ യാത്രക്കാരെല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒഴിവായത് വലിയ ഒരു ദുരന്തമാണ്. കൃത്യം 9:07 നെടുമ്പാശ്ശേരിയിൽ വിമാനം അടിയന്തരമായ ലാൻഡിംഗ് നടത്തിയത്. യാത്രക്കാർ പറയുന്നതനുസരിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ, അതായത് ജിദ്ദയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ മുതൽ ഈ ടയറ് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം കേട്ടിരുന്നു. അപ്പോൾ തന്നെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിരുന്നു. തുടർന്ന് ഇവിടെ എയർ ഹോസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ഒരു ചെറിയ ആശ്വാസത്തിലൊക്കെ ആയിരുന്നു അവരുണ്ടായിരുന്നത്. ഇവിടെ നെടുമ്പാശ്ശേരിയിലേക്ക് ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ മാത്രമാണ് വിമാനത്തിന് ഇത്തരത്തിലൊരു സാങ്കേതിക തകരാറുണ്ട്, അടിയന്തരമായ ഒരു ലാൻഡിംഗ് നടത്തുന്നു എന്നൊരു കാര്യം പറഞ്ഞത്. 1 മണിക്കൂറോളമായി ഇവർ നെടുമ്പാശ്ശേരിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരെ വ്യോമമാർഗം തന്നെ കരിപ്പൂരേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യം നടന്നത്. പക്ഷേ അത് ഫലം കണ്ടില്ല. ടയർ പൊട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾക്ക് ഈ ഇഷ്യൂ ഒക്കെ മനസ്സിലാവുന്നത്. ഞാൻ 5 മണിക്കൂർ 6 മണിക്കൂർ എത്തണേ ഞങ്ങൾ അവിടെ തന്നെ. ഈ ചെറിയ കുട്ടികളായിട്ടാണ് ഞങ്ങൾ പോകേണ്ടി. രാത്രി ഭക്ഷണം അതിനാണെങ്കിൽ 10-30 ഇന്ത്യൻ ഉറുപ്പിക കൊടുത്താണെങ്കിൽ 4.5 മണിക്കൂർ റെന്റിങ്ങിന് വാങ്ങണുണ്ട് അവർ. അതിന് ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ 10 മണിക്കൂറോളമായി അവർ ഈ ജിദ്ദ മുതൽ ഈ ബസ്സിൽ കയറുന്ന സമയം വരെ ഒരു 10 മണിക്കൂറോളമായി അവരുണ്ടായിരുന്നു. പക്ഷേ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ഭക്ഷണമോ വെള്ളമോ നൽകിയില്ല. പക്ഷേ ഈ ബസ്സിൽ കയറാൻ നേരത്താണ് അവർക്ക് ഭക്ഷണം തന്നത്. ഒരു ബിസ്ക്കറ്റും ഒരു മായുടെ ജ്യൂസും വെള്ളവും ഇത് മാത്രമാണ് നൽകിയതെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങുന്നതാണ് പറഞ്ഞത് കോഴിക്കോട്. ഇവിടെ ഇറങ്ങിയപ്പോൾ 8 മണി, അവിടുന്ന് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതിലും വലിയൊരു ദുരന്തം ഒഴിവായി എന്നൊരു ആശ്വാസത്തിലാണ് എല്ലാവരും. ക്യാമറമാൻ ശരത്തമ്പാട്ട് കാവിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.